എൻ്റെ പേര് ബിന്ദു. ഞാൻ തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങലിനടുത്ത് നിന്ന് വരുന്നു. 2022 മെയ് മാസം 11-ാം തീയതി എനിക്കൊരു ആക്സിഡൻറ്റ് സംഭവിക്കുന്നു. ഇടത് കാലിന് ചിരട്ട നഷ്ടപ്പെട്ട്. ആ സമയത്ത് എൻ്റെ ഇളയ മോള് എഞ്ചിനീയറിംഗ് റാങ്ക് ഹോൾഡറായിട്ട് വന്നിട്ട് സിവിൽ സർവീസിന് ഡൽഹി പഠിക്കാൻ പോയി നിൽക്കുന്ന സമയമാണ്. അതെല്ലാം ഒരു സുനാമി വന്ന പോലെ എല്ലാം നഷ്ടപ്പെട്ട്, കിടക്കാടം നഷ്ടപ്പെട്ട്, മോളെ പഠിക്കാനുള്ള സാഹചര്യം നഷ്ടപ്പെട്ട്, അതിലേറെ എൻ്റെ മനസ്സ് നഷ്ടപ്പെട്ട് ഞാൻ ആരോടെയും മിണ്ടാതെയും ഞാൻ വേറൊരു ലോകത്തിലോട്ട് പോയി. എന്നെ കൊണ്ട് ഇനിയൊന്നും കൊള്ളില്ല എന്നുള്ളൊരവസ്ഥയിൽ ഞാൻ ഇരിക്കുമ്പോൾ എനിക്കൊരു ചെറുകുട്ടിയെ, മൂത്ത മോക്ക് ഒരു കുഞ്ഞുണ്ടാവുകയും ആ കുഞ്ഞിൻ്റെ കളിയിലും ചിരിയിലും ഒന്നും എനിക്ക് അതിനെടുക്കാനോ ഒന്നും എനിക്ക് തോന്നില്ല. അങ്ങനെ കരയുക മാത്രമാണ് ചെയ്തത്. നിറച്ച് 30 മാസം ഞാൻ കരയുകയേ ചെയ്തിട്ടുള്ളൂ, ചിരിച്ചിട്ടില്ല. ചിരിക്കാൻ ഞാൻ മറന്നുപോയി. എൻ്റെ മക്കൾ ചോദിക്കുമായിരുന്നു, നമുക്ക് ചിരിക്കാൻ അറിയില്ലേന്ന്. വീട്ടിലൊരു ഉത്തരവാദിത്തങ്ങളിലും ഞാൻ പങ്കെടുക്കില്ല. ഞാൻ അങ്ങനെ ഒരാളെ അല്ലായിരുന്നു. അത് കഴിഞ്ഞ് മോള് ആ ഒരു സാഹചര്യത്തിൽ വീട്ടിലെ അവസ്ഥ കേടുകൊണ്ട് മോൾ ഒരു സ്റ്റാർബക്സ് എന്ന് പറഞ്ഞൊരു കമ്പനിയിൽ ജോലിക്ക് കയറിയിട്ട് അവൾ അവിടെ നിന്ന് ജോലി ചെയ്യുമ്പോൾ എന്നിലെ അമ്മ തകർന്നു പോയി. കാരണം അവൾ സിവിൽ സർവീസ് 2 വർഷത്തിനകത്ത് അവൾ IAS എടുത്ത് വരേണ്ട മോളാണ്. അത്രയ്ക്കും കപ്പാസിറ്റി ഉള്ള മോളായിരുന്നു. പക്ഷേ അവൾ പതറിയില്ല. അവൾ ആ ജോലിയിൽ നിന്നുകൊണ്ട് ഞങ്ങളെ ഹസ്ബൻഡ് ഓട്ടോ ഓടിച്ചിട്ടാണ് ഞങ്ങൾ കഴിയുന്നത്. അപ്പം എനിക്ക് ജോലി ഉണ്ടായിരുന്നു. എനിക്ക് 50,000-ന് പുറത്ത് കമ്മീഷൻ കിട്ടുന്ന ഈ ജോലികളെല്ലാം ഞാൻ ഉപേക്ഷിച്ച് മരണത്തിന് മാത്രം ആശ്രയിച്ചു. ഇനി മരണം മാത്രമേ ഉള്ളൂ. 3-4 പ്രാവശ്യം അതിന് ശ്രമിച്ചു. നാലാമത്തെ അറ്റംപ്റ്റിൽ നിന്നും മക്കളെ തിരിച്ച് രക്ഷിച്ച് കൊണ്ടുവന്നിട്ട് പറഞ്ഞു, നഷ്ടപ്പെട്ടതെല്ലാം പൊയ്ക്കോട്ടെ, ഞങ്ങൾക്ക് അമ്മ മാത്രം മതിയെന്ന് പറഞ്ഞ്. അപ്പോഴത്തേക്ക് ഇളയ മോള് വീണ്ടും സ്വീഡനിലോട്ട് പോകാനായിട്ട്, എന്തായാലും സിവിൽ സർവീസിന് പോകത്തില്ല, സ്വീഡനിലോട്ട് പോകാനായിട്ട് അവൾ അപ്ലൈ ചെയ്യുന്നു. ആ സമയത്ത് വീണ്ടും ഞാൻ പതറി. കാരണം ഒരു പൈസയും ഇല്ല. ആ ഒരു പൈസയും ഇല്ലായിരിക്കുന്ന സമയത്ത് ഈ കുട്ടിക്ക് പോകാൻ പറ്റാതെ വന്നാൽ അത് നിരാശയാണല്ലോ. അപ്പോൾ വീണ്ടും പതറിയിട്ട് വീണ്ടും അതിനേക്കാളും മോശകരമായ ഒരു അവസ്ഥയിലോട്ട് ഞാൻ പോകുന്നു. പക്ഷേ അവൾ ദൃഢമായിട്ട് നിന്നു. അങ്ങനെ ഈ സങ്കടകരമായ അവസ്ഥയിൽ ഒരു രാത്രിയിൽ ഞാൻ എപ്പോഴും നോർമലല്ല. എനിക്കറിയാം ഞാൻ അബ്നോർമലാണ്. ചില സമയത്ത് എനിക്ക് ഫുൾ ബോധം വരും. എൻ്റെ അവസ്ഥയും എല്ലാം എനിക്ക് പറ്റും. ആ സമയത്ത് ഒരു രാത്രി 2 മണിക്ക് എൻ്റെ ഒരു ടീച്ചർ, ഒരു നായർ സ്ത്രീയാണ്, ഞാനൊരു ഹിന്ദുവാണ്, അവർ ഭയങ്കരമായിട്ട് ഓർത്തഡോക്സ് ആയിട്ടുള്ള ഒരാളാണ്, അവരെ മതത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. പക്ഷേ അവർ വിളിച്ചിട്ട് പറഞ്ഞു, ബിന്ദു, ഞാൻ ഫോൺ തുറന്ന് നോക്കിയപ്പോൾ എനിക്ക് കൃപാസനത്തിൽ ഒരു ലിങ്ക് എനിക്ക് ഒരു കുട്ടി അയച്ചേക്കുന്നു. ഞാനത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ മാതാവിനെയാണ് ആദ്യം കാണുന്നത്. അത് കഴിഞ്ഞ് ഒരു ഹിന്ദു സ്ത്രീയുടെ സാക്ഷ്യം. അതിനിടയിൽ വീണ്ടും മാതാവിനെ കാണിച്ചപ്പോൾ ബിന്ദു കരയുന്ന രൂപമാണ് ഞാൻ പിന്നെ കാണുന്നത്. മാതാവിനെ ഞാൻ പിന്നെ കാണുന്നേ ഇല്ല. ബിന്ദു അവിടെ ഒന്ന് പോവൂ. അപ്പോൾ എൻ്റെ കയ്യിൽ ഒറ്റ പൈസ ഇല്ല, ഒരു ചില്ലിക്കാശില്ല. ടീച്ചർ തന്നെ എൻ്റെ അക്കൗണ്ടിൽ പൈസ അയച്ചു. 2-3 ദിവസത്തിനകത്ത് ഭർത്താവ് ഞാനും കൂടെ അവിടെ വന്ന്. ഇവിടെ വരുമ്പോഴൊക്കെ വെറും ഒരു ചിന്തയില്ല, ഒന്നും അറിയില്ല. ഇവിടെ വരുന്നു, ഭർത്താവ് ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തി പ്രാർത്ഥനയിലൊക്കെ പങ്കെടുക്കുന്നെങ്കിലും ഞാനതിൽ പൂർണ്ണമായിട്ടും അത് ഉൾക്കൊള്ളുന്നില്ല. പക്ഷേ ഇറങ്ങാൻ സമയത്ത് എൻ്റെ മനസ്സിൽ ഞാൻ മാതാവിനോടും അപ്പനോടും പ്രാർത്ഥിച്ചു, എനിക്ക് പ്രാർത്ഥിക്കാനുള്ള കഴിവ് തരണേ, അതിനുള്ള ഏകാഗ്രത തരണേ എന്ന് പറഞ്ഞ്. അപ്പോഴും ഞാൻ കരഞ്ഞു പോയി. അത് കേട്ടു, ആ പ്രാർത്ഥന കേട്ടു. തീർച്ചയായിട്ടും ഞാൻ അന്ന് വൈകുന്നേരം തൊട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എല്ലാം വൈകുന്നേരത്തെ പ്രാർത്ഥന, രാവിലെ പിന്നെ ജപമാല ഇവിടെ നിന്നൊരു കൊച്ചയച്ചു തന്നു. അത് ഒരു ക്രിസ്ത്യൻ സഹോദരി എനിക്കൊരു ബൈബിൾ തന്ന് എന്നെ കൊണ്ടാകും വിധം അതെല്ലാം ഞാൻ വായിച്ച്. എനിക്ക് തോന്നുന്നു ഞാൻ 18 മണിക്കൂറും ഈ പ്രാർത്ഥനയിലും സാക്ഷ്യം കേൾക്കലും അച്ഛൻ്റെ അതെല്ലാം പ്രഭാഷണം എല്ലാം കേട്ടു. മനസ്സിനെ പതിയെ എനിക്കറിയാം മാനസിക രോഗത്തിൻ്റെ അവസ്ഥ. ഞാൻ ഒരുപാട് പേരെ കൊണ്ടുപോയി രക്ഷിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ആ ഒരു അവസ്ഥ അറിയുന്നതിന് വേണ്ടി ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നു, മാനസിക രോഗം എന്നുള്ളത് എന്തെന്ന് അറിയുന്നതിലേക്ക് എന്നെ കൊണ്ട് എത്തിച്ചിട്ട് തിരിച്ചു കൊണ്ടുവന്നു. ഒരു ചികിത്സയും ആവശ്യമില്ലാതെ തിരിച്ചു വന്നു. സ്വപ്നം കാണാൻ പറ്റാത്ത 30 ലക്ഷം രൂപ പലരായിട്ട് സഹായിച്ച് എൻ്റെ കുട്ടി പോയി. അപ്പോൾ പോകാൻ നേരത്തെ അവൾക്ക് ഇൻ്റർവ്യൂവിന് വന്ന്. അതിന് മുന്നേ അവൾക്ക് റിജക്ഷൻ ലെറ്റർ പിള്ളേർക്ക് വന്നു തുടങ്ങി. അപ്പോൾ ഇവൾ ക്വാളിഫൈഡ് ആണ്, പക്ഷേ മോൾക്ക് മാത്രം ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു അറിയിപ്പും വന്നില്ല. എന്നോട് പറഞ്ഞ, അമ്മയുടെ മാതാവിനെ എപ്പോഴും പ്രാർത്ഥിക്കുന്നതല്ലേ, നിനക്ക് വിശ്വാസമല്ലേ? എനിക്ക് വിശ്വാസമുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ അമ്മ നടത്തി തരുമോ എന്ന് ഞാൻ ചോദിക്കാറില്ല. കാരണം അമ്മയെ ഏൽപ്പിച്ച കേസിൽ എനിക്ക് പിന്നെ സംശയമില്ല. അപ്പോഴവൾ പറഞ്ഞു, നാളെ രാത്രി 12 മണിക്കാണ് പറയുന്നത്, നാളെ 12 മണിക്കകത്ത് എന്തെങ്കിലും ഒരു മെസ്സേജ് എൻ്റെ എംബസിയിൽ നിന്ന് വരികയാണെങ്കിൽ ഞാൻ വിശ്വസിക്കാം അമ്മേ, ഞാനും വന്ന് ഉടമ്പടി എടുക്കാം. 11:50 എൻ്റെ മോൾക്ക് വിസ തന്നെ ഇങ്ങ് വന്നു. മനസ്സിലായോ? അപ്പോഴേ പറയുന്നു, ഡൽഹി പോകാനായിട്ട് ആരുമില്ല. എനിക്ക് പേടിയല്ലേ, എന്നെപ്പോലെ ഒരു അമ്മയ്ക്ക് പ്രത്യേകിച്ച് ഞാൻ പേടിച്ചിരിക്കുന്ന അവസ്ഥ. ഞാൻ വളരെ ബോൾഡായിട്ടുള്ള ആളായിരുന്നു. ഞാൻ അമ്മയെടുത്ത് ചോദിച്ചു, അമ്മയെ പ്രാർത്ഥിച്ചിട്ട് ചോദിച്ചു, എൻ്റെ കുഞ്ഞിൻ്റെ കൂടെ ആരുമില്ല, എന്താ ചെയ്യുന്നത്? എന്നിട്ട് ഞാൻ ഇവർക്കൊരു ഗ്രൂപ്പുണ്ട്, ആ ഗ്രൂപ്പിൽ ഞാൻ എൻ്റെ കുഞ്ഞിങ്ങനെ വരികയാണെങ്കിൽ ഞങ്ങൾക്ക് കൂടെ പോകണമെങ്കിൽ ഞങ്ങൾക്ക് 50,000 രൂപ വേണം, ഫ്ലൈറ്റിലേ പോകത്തുള്ളൂ. അപ്പോൾ പൈസ ഇല്ല. 1 മണിക്കൂറിനകത്ത് ഫോണിൽ മെസ്സേജ് ഉണ്ട്, അമ്മ ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട, ഞാൻ ആശ നെടുമങ്ങാടുകാരിയാണ്, എൻ്റെ ഹസ്ബൻഡ് ഇവിടെ ദ്രൗപദി മുർമുവിൻ്റെ പ്രസിഡൻറ്റിൻ്റെ ഹെഡ് നഴ്സാണ്, ഞങ്ങൾ അതിനകത്താണ് താമസിക്കുന്നത്, മോൾ എയർപോർട്ടിൽ എത്തിയാൽ മാത്രം മതി, ബാക്കിയെല്ലാം. അതിൻ്റെയൊക്കെ ഞാൻ എങ്ങനെയാണ് അന്ന് പറഞ്ഞ് തീർക്കേണ്ടത്? അവിടെ ചെല്ലുന്നു, അവർ വന്ന് പിക്ക് ചെയ്ത് കൊണ്ടുപോയി. മോൾ 2 ദിവസം രാഷ്ട്രപതി ഭവനകത്ത് താമസിച്ച് ഈസിയായിട്ട് ഇൻ്റർവ്യൂ പാസ്സായി തിരിച്ച് വന്ന്. അവൾ വന്നതിൻ്റെ അന്ന് തന്നെ നേരം വെളുത്ത് നമ്മൾ നേരെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത്. എനിക്ക് മുട്ടുകാലിൽ നിൽക്കത്തില്ല, ചിരട്ടയില്ലല്ലോ, ഒരു മോള് മുട്ടുകാലിൽ നിൽക്കും, ഞാൻ ഇരുന്ന് പ്രാർത്ഥിക്കും. ഞങ്ങൾ ശക്തമായിട്ട് പ്രാർത്ഥിച്ച് അവൾ പോയി. അവൾ നന്നായിട്ട് പഠിക്കുന്നു. 6 മാസം കൊണ്ട് ചെയ്യേണ്ട കോഴ്സ് 3 മാസം കൊണ്ട് അവിടെ അങ്ങനെയാണല്ലോ,
ചെയ്ത് അവൾ 100% കഴിഞ്ഞ് സെക്കൻഡ് സെമസ്റ്ററിൽ കയറി. ഇപ്പോൾ ചെറിയ ജോലി എന്തോ ആയി. അപ്പോൾ എല്ലാം തിരിച്ചു തന്ന്. എൻ്റെ മാനസികാവസ്ഥ എനിക്കറിയാം. എൻ്റെ മാനസികാവസ്ഥ ഞാൻ ഇപ്പോൾ 5 പ്രാവശ്യം വന്ന്, എന്നിട്ട് ഞാൻ ആവേ മരിയ എന്നൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അതിനകത്ത് മൊത്തം ക്രൈസ്തവരാണ്, ഹിന്ദുക്കളാണ്. അപ്പോഴെൻ്റെ മനസ്സിൽ അമ്മയെ ഒരാളിനെ എനിക്ക് ഇതിനകത്ത് ക്രിസ്ത്യനായിട്ട് വേണം, ഇവർക്ക് എന്തെങ്കിലും അറിവില്ലായ്മയൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി. അപ്പോഴെൻ്റെ കൂടെ 10ാം ക്ലാസ് വരെ പഠിച്ച എൻ്റെ മേരി വിളിക്കുന്നു, പേര് ശ്രദ്ധിക്കണം, മേരി വിളിച്ചിട്ട് സംസാരിക്കുന്നത്. ഞങ്ങൾ 35 വർഷങ്ങൾക്ക് ശേഷമാണ് സംസാരിക്കുന്നത് തന്നെ. അവൾ ആ ഗ്രൂപ്പിൽ ആഡാവുന്നു, അവർക്ക് വേണ്ട എല്ലാ ഉപദേശങ്ങളും അവൾ കൊടുക്കുന്നു. ഞായറാഴ്ച വീടിനടുത്തുള്ള പള്ളിയിൽ ഞാൻ പോകും, കുർബാനയിലൊക്കെ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. എസ്പെഷ്യലി മറ്റാരെന്ത് പറഞ്ഞാലും എനിക്കത് പ്രാർത്ഥനയിലൂടെ അവർക്ക് സാധിച്ചു കൊടുക്കാൻ പറ്റുന്നു. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു വേള ഞാൻ കണ്ടു മെഴുകുതിരിയിൽ എൻ്റെ അമ്മ വന്നു. അതുവരെ കരച്ചിലായിരുന്നു, ചിരിച്ചിട്ടേ ഇല്ല. ആ കരയുമ്പോൾ ഇനി കരയരുതെന്ന് പറഞ്ഞു. എന്നിട്ട് ഇനി കരയരുത്, നീ ഇതിൻ്റെ എല്ലാ പ്രശ്നങ്ങളും ഞാൻ ഏറ്റെടുത്ത് കഴിഞ്ഞു, ഒരിക്കലും നീ ഇനി കരയാൻ പാടില്ല. അതിനുശേഷം ഞാൻ കരഞ്ഞില്ല. ഇവിടെ ഇന്നിപ്പോൾ ഇരുന്ന് ചിരിച്ചതിനെക്കുറിച്ച് അച്ഛൻ പറയുകയും ചെയ്ത്. എല്ലാം തിരിച്ചു തന്ന് ഇപ്പോൾ ഒരു 35ഓളം പേരെ എനിക്കിവിടെ കൊണ്ടുവരാൻ പറ്റി. അവരുടെ എല്ലാ ആവശ്യങ്ങളും ഒരു മോന് ജർമ്മനി പോകാനായിട്ട് പൈസ കോട്ടയത്തുള്ള അച്ചായമാരെ കൊണ്ട് കൊടുത്തിട്ട് ഇവരുടെ കയ്യിലൊരു ഫോട്ടോ പോലും ഇല്ല. അവൾ വന്നിട്ട് പറഞ്ഞ് 2 വർഷമായി ആ പൈസ പോയി, അവർ ആത്മഹത്യ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു, നീ വിട്, നിൻ്റെ കയ്യിൽ എന്തോ ഉണ്ട്, എൻ്റെ കയ്യിൽ ഒരു ബൈബിളുണ്ട്, നീ വായിക്കേ. പ്രാർത്ഥന എഴുതി കൊടുത്തു, അത് വായിക്കുമെന്ന് പറഞ്ഞു. 3 വന്നിട്ട് പറയണം, അവർ വിളിച്ചിരുന്നു, മോന് വിസ ശരിയായി, മോൻ പോയി, മോന് ജോലിയായി. അപ്പോൾ എല്ലാം അങ്ങനെ എത്ര കാര്യങ്ങൾ എനിക്ക് നടത്തി കൊടുക്കാൻ പറ്റി. എല്ലാം എനിക്കറിയില്ല, എനിക്ക് വളരെ പെട്ടെന്ന് തന്നു. 90 ദിവസം കഴിഞ്ഞ് ഞാൻ ഇവിടെ വരുമ്പം ഞാൻ 100% പെർഫെക്റ്റാണ്. അത് കഴിഞ്ഞ് ഞാൻ കഥാപ്രസംഗം എന്ന രംഗത്തേക്ക് ചെന്നിട്ട് ഒരു പ്രൊഫഷണൽ കഥാപ്രസംഗം ഞാൻ എടുത്ത് 1500 പേരിരിക്കുന്ന ഒരു വേദിയിൽ ഞാൻ അവതരിപ്പിക്കുകയും എല്ലാവരും എന്നെ നിറഞ്ഞ് സ്വീകരിക്കുകയും ചെയ്ത് അവിടെ വെച്ച് തന്നെ 3 സ്റ്റേജ് എനിക്ക് ആയി. മാർച്ച് 7-ാം തീയതി എൻ്റെ ആദ്യത്തെ അരങ്ങേറ്റവും. അപ്പോൾ ഇതെല്ലാം തന്ന അമ്മയോടും തിരുകുമാരനോടും നന്ദി പറയുന്നു. ചെറുതിൽ എനിക്ക് വിശ്വാസമുണ്ട്. ഞാൻ എപ്പോഴും ആഗ്രഹിക്കണം, ഈ ക്രിസ്ത്യൻസിന് വലിയ ഇഷ്ടമാണ്. ഇനിയൊരു ജന്മം ഉണ്ടെങ്കിൽ അമ്മയടുത്ത് പറയും, എനിക്ക് അമ്മയുടെ ആ മതത്തിൽ എനിക്ക് ജനിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. എനിക്ക് നിങ്ങളുടെ അടുത്ത് ഇത്രേ പറയാനുള്ളൂ, നിങ്ങളെ സങ്കടം അങ്ങോട്ട് ഏൽപ്പിക്കുക. കിട്ടുമോ എന്ന് ചോദിക്കുകയേ വേണ്ട, കിട്ടിയിരിക്കും. നിങ്ങളെ മനസ്സ് നല്ലതാണെങ്കിൽ, നിങ്ങൾ ആ പറയുന്നതെല്ലാം ഫോളോ ചെയ്ത് വരുന്നുണ്ടെങ്കിൽ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ. ഞാൻ ഇപ്പോഴും രാവിലെ പോകുമ്പോൾ 2-3 പൊതി എൻ്റെ ബാഗിലിട്ടേക്കും. ആരെങ്കിലും കാണും, അത് കഴിക്കാൻ അർഹതയുള്ള ആരെങ്കിലും വിശന്ന് വലഞ്ഞിരിക്കുന്നവർ. അതുപോലെ ആർക്ക് ഹോസ്പിറ്റൽ കേസ് വന്നാലും എന്താവശ്യത്തിന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്നെ വിളിച്ചാൽ മതി, പാതിരാത്രിയാണെങ്കിലും ഞാൻ വരും കൊണ്ടു. അപ്പോൾ അതെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം തന്ന അമ്മയ്ക്കും തിരുകുമാരനും 1 കോടി. ഇനി എൻ്റെ മരണം വരെ തീർച്ചയായിട്ടും ഇത് ഞാൻ ഫോളോ ചെയ്തുകൊണ്ടേയിരിക്കും. നന്ദി, നമസ്കാരം.